Hello, hi, dear friends. Hey, what a baby. Hey. Oh, yes. Mama, dinosaur. Wow. Uh-oh. Yes, thank you. Thank you, baby. Thank you. Bring your mama's mirror. Mirror, Kannadi. Dancing girl, dancing girl. എങ്ങനെ ഡാൻസ് ചെയ്യുന്ന കുഞ്ഞ്? നൈസ് കോൾഡ് വെതർ അല്ല മോനെ? ഇറ്റ്സ് കോൾഡ്. ദുബായിലെ കോൾഡ് വെതറൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ബാൽക്കണിയിൽ ആരെങ്കിലും ഉണ്ടാവും കേട്ടോ എപ്പോഴും ബാൽക്കണിയിലും കൂടെ. സേഫാണ് എങ്കിലും നമുക്കൊരു പേടിയാണല്ലോ. ഇന്ന് നല്ല ക്ലിയർ സ്കൈ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഓക്കെ, തണ്ടർ സ്റ്റോം മോർണിംഗും ഹെവി റെയിൻസും ഫ്ലഡും ഒക്കെ വാർണിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം ശാന്തസുന്ദരം. പക്ഷേ ഭയങ്കര തണുപ്പ്, തണുത്ത കാറ്റ്, നല്ല കൂൾഡ് വിൻഡ്. ഞാൻ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇത്ര നല്ലൊരു തണുത്ത ഒരു വെതർ കിട്ടുന്നത്. ഇറ്റ്സ് വെരി നൈസ്, ബ്യൂട്ടിഫുൾ വെതർ. ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഓ മോനെ നൈസ്. ആഹാ, സുന്ദരമായ വെതർ. കുഞ്ഞിനൊക്കെ ഭയങ്കര സന്തോഷം. എങ്ങനെ കുഞ്ഞ് തുള്ളുന്നേ? തുള്ളി 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 എങ്ങനെ? അയ്യോ ചക്കരേ. ആഹാ, വാവ്, അവിടെ ഷാഡോ കാണാം. പുള്ളിയുടെ നെഴല്. ആഹാ, മിറർ പോലെ അല്ലേ, അത് നോക്കിയാണ് ഇത് കളിക്കുന്നത്. യെസ് 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 യെസ്. ഡാൻസിങ് ഗേൾ ആണോ ഇത്? ഡാൻസിങ് ഗേൾ. കുഞ്ഞ് എക്സസൈസ് ചെയ്യുന്ന എങ്ങനെ? എക്സസൈസ് എങ്ങനെ ചെയ്യാ? എക്സസൈസ്. വാവ്, സ്പ്ലിറ്റ്സ്. ഓ മൈ ഗോഡ്. ഇന്ന് തണുത്ത വെതർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഫ്ലാനൽ ടൈപ്പ് ഒരു ടോപ്പ്, നമ്മുടെ ഫുൾ സ്ലീവ് ആൻഡ് ജീൻസ്, അതാകുമ്പോൾ കുഴപ്പമില്ല. വെതർ കണ്ടീഷനിലും ഒക്കെയാണ്. ഞങ്ങൾ പുറത്തേക്ക് പോകണേ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ചില പാക്കേജസ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. വിഷ്ണു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അതായത് 9 ഡിഷസോ മറ്റാണ് ഒരു പാക്കേജ്, ഏറ്റവും മിനിമം പാക്കേജ്. അത് എടുക്കുമ്പോൾ തന്നെ വരുന്നതാണ്. ഓക്കെ, എല്ലാം എഗ്ഗും കൂടി ചേർന്ന് വരുന്നതാണ്. ഇതൊരു ബ്രഞ്ച് പോലെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അവിടെ എനി ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ്. സെക്കൻഡ് പാക്കേജ് ആണെങ്കിൽ എത്രയോ 18 12 14 ഡിഷസ് ഉണ്ട്. അത്രയും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് തന്നെ എല്ലാത്തിനും കൂടെ ഒരു മുട്ട എഗ് ബെനഡിക്റ്റ് ഉണ്ടാവും, ആ ഒരു സ്റ്റൈല്. നമുക്ക് അവിടെ പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അനുക്കുട്ടി കുളിച്ച് റെഡിയാവുന്നു. ഞാൻ ഓൾമോസ്റ്റ് റെഡി. ഉടനെ ഇനി റെഡിയാക്കണം. വിഷ്ണു ഒരു സ്മോൾ നാപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ താമസിച്ചല്ലേ ഡ്രസ്സ് ചെയ്ത് വരുന്നത്. അപ്പം അത്രയും സമയം ക്ഷമ, ആണുങ്ങൾക്ക് പൊതുവെ ക്ഷമ കുറവായിരിക്കുമല്ലോ, പെണ്ണുങ്ങളുടെ ഈ ഡ്രസ്സിങ് സമയമൊക്കെ. അപ്പം അതുകൊണ്ട് റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് അന്നേരം വിഷ്ണുവിനെ വിളിച്ചോണം. വിഷ്ണു ഡ്രസ്സ് ചെയ്ത് കിടക്കാണ്, അറിയപ്പോയി. ഫുൾ വ്യൂ, നൈസ്. ഇന്ന് ഒരു ഹോളിഡേ ആണ്, ഫ്രൈഡേ. വീക്കെൻഡ് എന്ന് പറയാം, ഹോളിഡേ ആയിട്ടില്ല. ബട്ട് റോഡിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇന്നലത്തെ മഴക്കെടുതിയുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് എന്തൊക്കെ റിലീഫ് ആയിട്ടുണ്ടാകാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴത്തെ കാഴ്ച ഇതാണ്. ഓക്കെ, ഇത് സിലിക്കോൺ ഓയസിസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര ഡെവലപ്പിംഗ് ഏരിയ. ഓക്കെ, ഇഷ്ടംപോലെ പുതിയ ബിൽഡിങ്സ് എല്ലാം വരുന്നു. ഈ പ്ലോട്ട്സിലൊക്കെ ഇനി വരുമായിരിക്കും. അവിടെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങി, പൈലിംഗ് എല്ലാം, ഫ്ലൈ ഓവേഴ്സ്. ബുർജ് ഖലീഫ കാണാം. ഇത് അങ്ങ് അറ്റത്ത് ഏറ്റവും ടോളായിട്ട് നിൽക്കുന്നതാണ്, കാണാവോ? യെസ്, ദാറ്റ് ഇസ് ബുർജ് ഖലീഫ. ഫുഡ് ഡ്രസ് ചെയ്തല്ലോ. ഇനി മുടി കെട്ടണ്ടേ മോനെ? വിഷ്ണു, നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് പറയും. ലവാഷ്. 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 ലവാഷ്.
ഇതൊരു ചെയിൻ ആണല്ലേ ലവാഷ്? Yes. All day breakfast. ഓൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പോ ബ്രഞ്ച് ആയിട്ടാണ് പോകുന്നത്. ലഞ്ചിന്റെയും ബ്രഞ്ചിന്റെയും ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കൊരു സമയം. Kudu is excited? Yes. അവൻ തന്നെ സ്വന്തമായിട്ട് അവന്റെ ബാഗ് Yes. Come down. Oh, clouds! Sky! 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 Look over there. Sky, blue sky. Yes, I can see. Look. Eyes. Nose എവിടെ? Where's your nose? Nose. Mouth? Oh, tongue? Tongue. Eyes. Cheeks. Where's your cheeks? Where are your cheeks? Chin. Cheeks. Yes, cheeks. ഖലീഫ കണ്ടു തുടങ്ങി. അടുത്തോട്ട് വരും. Yes. ഇവിടേക്ക് എന്തോരം കൺസ്ട്രക്ഷൻ പുതിയത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. Oh no. ഇതെല്ലാം ബിങ്കാട്ടിയിലാണ് അനുവിന്റെ. വാവ്, ബുർജ് ഖലീഫ. വാവ്, നോക്കുവനെ സൈഡില്. അനു നോക്കൂ, നൈസ് വ്യൂ. എല്ലാ ക്ലിനിക്സ് നോക്കാൻ ഒരുപാട് ക്ലിനിക്സ്. എസ്തെറ്റിക് ആൻഡ് ലേസർ ക്ലിനിക്. ചുമേറ ഏരിയ നമ്മുടെ ഏതാണ്? ഓക്കെ, നോക്കട്ടെ. ഇവർക്ക് തന്നെ 2-3 ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ പല സ്ഥലത്തായിട്ട്. സ്മോളർ പ്ലേസ്. ലാവാഷ് ഇതാണ് ഷോപ്പ്. ലാവാഷ് ഡേ ലോങ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ലാവാഷ്. നമ്മൾ ഓൾമോസ്റ്റ് 3:30 ഇനി 4 മണി വരെ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഓർഡേഴ്സ് എടുക്കുന്നു. ഞങ്ങൾ ലവാഷിൽ കയറി പൊളിഞ്ഞ് തിരിച്ചു വരുന്നു. അവിടെ സമയം കഴിഞ്ഞു. 3:30 വരെ അവർ പോക്കെയാണ്. 4 മണി വരെ ഓർഡേഴ്സ് എടുക്കുന്ന പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ തിരിച്ചാ പറയുന്നത്. സോറി, ആയിരിക്കാം, മഴ കാരണമായിരിക്കാം. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് ലബനീസ് കഴിക്കാം. ഒന്നല്ലെങ്കിൽ വേറെ. ആറൂസ് ഡമാസ്കസ് ലബനീസ് റെസ്റ്റോറൻറ്റ്. അവിടെ അടുത്ത ചോയ്സ്. നല്ല തിരക്കുണ്ട്. ഇറ്റ്സ് എ ലബനീസ് റെസ്റ്റോറൻറ്റ്. ഗോയിങ് ഇൻസൈഡ്. നമ്മളിരിക്കുന്ന പൊസിഷനിൽ ഇങ്ങനെ എന്നാ കുഴപ്പമില്ല. അവന്റെ സൂപ്പ്. Garlic paste. Yes. Olives, pickled veg. Juice. First juice വേണോ? ഓക്കെ. കൂടുതൽ ആദ്യം സൂപ്പ് വേണോ ജ്യൂസ് വേണോ? ജ്യൂസ് വേണം. ഹോട്ട് ബ്രെഡ്സ് ആണ് അവരുടെ. ഇതൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മള്. ഫസ്റ്റ് സെറ്റ്.
This is for food. തണുക്കട്ടെ അവനെ കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, തണുക്കട്ടെ. അമ്മമ്മ തരും നല്ല ക്രീമി ചിക്കൻ സൂപ്പ്. ഓക്കെ, ഇപ്പൊ സൂപ്പ് മാത്രം വന്നിട്ടില്ല. ബാക്കിയെല്ലാം കോംപ്ലിമെന്ററി ആണ്. ക്രീമി ചിക്കൻ ആ ഫുൾ മീലിന്റെ ഒരു കോംപ്ലിമെന്ററി സൂപ്പാണ് ഇത്. ആ പ്യൂറയുടെ കൂടെ ഉള്ള സ്പെഷ്യൽ. Lamb chops, mixed grill, kebabs, there is potato puree with meat, rice and garlic paste, chicken steak. കൊള്ളാമോ? അമ്മമ്മയുടെ കൈ തുടച്ചു തരുവാണോ? യെസ്. ഫുൾ ലബനീസ് അടിപൊളി ലഞ്ച്. ലഞ്ചല്ല ശരിക്കും പറഞ്ഞ ഈവനിങ് ആയി. 4 മണി അല്ലേ? 4 മണിയായി. വയറ് ഫുൾ. ഇനി ഇതൊന്നും പറയാഞ്ഞിട്ട് നമ്മളൊരു ഉമ്മാലി ചൂടായിരിക്കും അല്ലേ? നോക്കിട്ടോ നോക്കട്ടെ. വെരി ഹോട്ട്. ഈവനിങ് ഔട്ട്ഡോർ ആയിട്ടൊന്ന് ഇപ്പൊ നല്ല വെതർ അല്ലേ? അപ്പൊ ഇവിടെ ഒന്ന് ഡൈൻ ഔട്ട് ചെയ്യാം. അയ്യോ, അവിടെ കൊണ്ടുവച്ചു ഡാൻസ് ചെയ്ത്. അതിന് ലാസ്റ്റ് ഉമ്മാലി കഴിച്ച് തീർന്നില്ല. നമ്മളത് കൂടുതൽ ഭയങ്കര ബഹളം. ഓക്കെ, അപ്പൊ നമ്മളറിയാം. നോക്കണേ, ഈവനിങ് ഡൈൻ ഔട്ട് അവര് പുറത്തെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇങ്ങനെ കിടക്കുക. ഇറ്റ്സ് ബിഗ്. അറൂസ് ഡമാസ്കസ്. ഇത് അവരുടെ ലബനീസ് പെർഫെക്റ്റ്. ഇപ്പൊ അവർ സ്പീഡിൽ ഓടുന്നു. നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് സ്പീഡ്. അയ്യോ, വീഴരുത്. സ്ലോലി. ഇതെന്താ റണ്ണിങ് റേസാ? ഓക്കെ ലഞ്ച് ഔട്ട് കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അയ്യോ, എന്ത് രസം അറിയോ ബാൽക്കണിയിൽ ഈവനിങ് ടൈമും രാവിലെയൊക്കെ വന്നിരിക്കാൻ. ഇപ്പൊ വിന്റർ ആയതുകൊണ്ടേ സോ നൈസ്. നല്ല തണുത്ത കാറ്റും വൈബ്രന്റ് ദുബായ് സിറ്റി. പക്ഷെ ഇവിടെ വലിയ ബഹളമൊന്നുമില്ല, അങ്ങനെയല്ല. നമുക്ക് നല്ല രസമുണ്ട്. എല്ലാം ബുർജ് ഖലീഫ എല്ലാം കാണുകയും ചെയ്യാം. നല്ല സിലിക്കൺ ഇസ് നൈസ് പ്ലേസ്. സിലിക്കൺ ഓയസിസ് ഇതെല്ലാം ഇപ്പം ഭയങ്കര. ഇനി അടുത്ത വർഷമൊക്കെ ഇവിടെ എന്താ പറയുക, മെട്രോ ഒക്കെ വരും എന്നാണ് പറയുന്നത്. കണക്ടിവിറ്റിയും കുറേ കൂടി ബെറ്റർ ആണ്. മെട്രോ കണക്ടിവിറ്റി അല്ലാണ്ട് ഇവിടെ നല്ല എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന അത്ര രീതിയിൽ സെൻട്രലി ഒരു ലൊക്കേറ്റഡ് ആണെന്നാണ് വിഷ്ണു പറയുന്നത്. ഓക്കെ, എനിക്കും അങ്ങനെ തോന്നുന്നു. അങ്ങനെ ടോം യം സൂപ്പ് ആദ്യം ഉണ്ടാക്കാം. അതിന് പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. അതായത് പ്രധാന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്.
ദിസ് ഇസ് എലാങ്കൽ. ക്രാബ് ഞാൻ തുറന്ന് കാണിക്കാം. ഓക്കെ, നമ്മുടെ പ്രോൺസ്, അതിൻ്റെ തലയും ഷെല്ലും ഒക്കെ എനിക്ക് വേണം ചെറിയൊരു സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. പ്ലസ് ഇത് നോക്കണു, ഇതാണ് ഗലങ്കൽ എന്ന് പറഞ്ഞ കാര്യം. ഗലങ്കൽ ദിസ് ഇസ് തായ് പ്രത്യേകമായിട്ടുള്ളവരൊരു ഇതാണ്. കണ്ട ഇഞ്ചി പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല, വേറൊരു ഫ്ലേവറാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെൻ്റ്. ഒരു പറഞ്ഞുതരാം, വേറൊരു ടേസ്റ്റാണ്. ഓക്കെ, പറഞ്ഞുതരാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ഇത് കാഫർ ലൈം ലീവ്സ്, ദറ്റ് ഈസ് ഒരു തരം നാരങ്ങയുടെ ഇലയാണ്. അതുണ്ട്, അത് ഞാൻ വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്, ഇത് തികയത്തില്ല. ഇത് നമ്മുടെ ചില്ലീസ്, തായ് ചില്ലീസ്. ഓക്കെ, കാഫർ ലൈം ലീവ്സ് അകത്തോട്ടുണ്ട്, ഒരു 4-5 എണ്ണം വേണം നമുക്ക്, അതുണ്ട്, ആവശ്യത്തിനുണ്ട്. ഇതാണ് ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസിൻ്റെ സെൻറ്ററായിട്ടുള്ള ഭാഗം തന്നെയാണ് വേണ്ടത്. അത് 4 എണ്ണം ഉണ്ട്, നമുക്ക് അത്രയും വേണ്ട, 2 എണ്ണം മതിയാകും. പിന്നെ നാരങ്ങയുണ്ട്. ഓക്കെ, ഗാർലിക് വേണം. ഇതെല്ലാം ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ വേണം. പിന്നെ കുറച്ചൊരു ചിക്കൻ സ്റ്റോക്ക് വേണം. നമ്മൾ ഈ വാങ്ങണ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് അല്ലാണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ചിക്കൻ പാർട്സ് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതുപോലെ സ്ലൈസസ് ആയിട്ടാണ് മുറിക്കേണ്ടത്. ഇതിങ്ങനെ ചുരണ്ടിയാൽ മതി, ചുരണ്ടിയിട്ട് ഇതുപോലെ ചെയ്യും. ഒരു പീസ് ഇങ്ങനെ എടുത്തു, അപ്പോൾ അതിൽ നിന്നൊരു 6, ഓക്കെ മതിയാവും, 6 to 7. ഓക്കെ, വലിയ കട്ടി കുറച്ച് വേണമെന്നില്ല, അത്യാവശ്യം, അപ്പോൾ തീരെ സ്ലൈസ് അല്ല. അങ്ങനെ ലെമൺ ഗ്രാസ് പുറത്ത് ഹാർഡായിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ടെൻഡറാണ് വേണ്ടത്, ഇത് പക്ഷേ ടെൻഡർ തന്നെയാണ്. ഇങ്ങനെ 2 എണ്ണം വേണം. ഓക്കെ, അതിങ്ങനെ വട്ടത്തിനായിരിക്കും. ഇതിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഫ്ലേവേഴ്സ് കേട്ടോ, ഭയങ്കര വ്യത്യാസമായിട്ട് നമുക്ക് തായ് ഫ്ലേവർ കിട്ടും. എൻ്റെ ഫേവറേറ്റാണ് ഞാൻ പറഞ്ഞത്. ടോം ഏറ്റവും പരിചിതമായ വിഭവം ഇത് തന്നെയാണ്. ഇതും പത്തായി നമ്മൾ സാധാരണയായിട്ട് എങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ ഓർഡർ ചെയ്യുന്നത്. ഇനി ഒരെണ്ണം കൂടി വേണം. ഓക്കെ, അതും കൂടി എടുക്കാം. ഇതേ ബേർഡ്സ് ഐ ചില്ലി എടുത്തു. ഓക്കെ, അതും സ്ലൈസ് ചെയ്യാം. ഇനി ഒരു 3 വെളുത്തുള്ളി, അത് ഫൈനായിട്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതേ കാഫർ ലൈം ലീവ്സ് ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇവിടെ ഒരു നടുക്കൊരു കാര്യമുണ്ട്, അത് മാറ്റിയിട്ട് അതിനെ എടുപ്പ് ഭാഗം. ഓക്കെ, ഇനി ഞാൻ ആ പ്രോൺസും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും ഈ കാഫർ ലൈം ലീവ്സാണ് ശരിക്കും ആ തായ് ഫ്ലേവർ കൊടുക്കുന്നതെന്ന് എനിക്ക്. ലെമൺ ഗ്രാസും ഇത് ഇങ്ങനെ മണക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ആ തായ് ഫ്ലേവർ മണം വരുന്നുണ്ട്. രക്ഷയില്ലാത്ത സൂപ്പർ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. ഒരല്പം പോലും അതിൻ്റെ വൃത്തികേടില്ലാത്ത രീതിയിൽ തലയും അതിൻ്റെ ഷെല്ലും ഒക്കെ എടുത്ത് വാലിൻ്റെ ഒരു ഭാഗം റീറ്റെയിൻ ചെയ്യും. ഇങ്ങനെ ഇത്ര അത് ഇളക്കില്ല ഷെല്ല്. അത് നോക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഡീവെയിൻ ചെയ്തത്. പിന്നെ അകത്തുള്ള അഴുക്കെല്ലാം പോയിട്ട് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ വാങ്ങാൻ പോയപ്പോൾ അവർ ചോദിച്ചാണ് ക്ലീൻ ചെയ്ത് തരണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആക്കി എടുക്കണം എല്ലാം. ഇതിപ്പോൾ ഒരു 4 വലിയ കൊഞ്ചാണ്, പക്ഷേ ഇത് 4 അല്ല, ഒരു 6, 7, 8 ആയാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളതുപോലെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ എന്തെങ്കിലും വലിയത് 4 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇനി സ്റ്റോക്ക് എല്ലാം കൂടി ഉണ്ടാക്കുന്ന പരിപാടിയാണ് തുടങ്ങുന്നത്. ഞാനിതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചെങ്കിലും ഇത് കുറച്ചുകൂടി ഒന്ന് ചതയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിങ്ങനെ ചെറുതാക്കി വെച്ച് എന്താ വെച്ചാൽ നമുക്കിവിടെ ചതയ്ക്കാനുള്ള കാര്യമില്ല, അതൊന്നും ഇല്ല. അത് കാരണം ഈ നമ്മുടെ റോളിംഗ് പിൻ വെച്ച് ചെറുതായിട്ടൊന്ന് ചതയ്ക്കാം. അപ്പോൾ എല്ലാത്തിനും ജ്യൂസ് കറക്റ്റായിട്ട് റിലീസ് ചെയ്ത് കിട്ടും. ഈവൻ ഈ ലെമൺ ഗ്രാസും മറ്റും നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നികടിയൊക്കെ എടുത്താൽ മതി. എല്ലാ വ്ളോഗ്സിലാണെങ്കിലും ഒന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, തായ് ഡിഷസ് അങ്ങനെ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു 4 കപ്പ്
അതായത് ചിക്കൻ സ്റ്റോക്ക് കയ്യിലുണ്ടല്ലോ അത് തന്നെ അളന്ന് വയ്ക്കാം. ഇത് അരക്കപ്പിൻ്റെ മെഷർമെൻ്റാണ്. ടോട്ടലി ഞാൻ 5 കപ്പ്. ഓക്കെ, സ്റ്റോക്ക് പ്ലസ് വാട്ടർ. 2.5 കപ്പ് ചിക്കൻ സ്റ്റോക്കും 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് നമ്മുടെ പ്രോൺസിൻ്റെ തലയും അതിൻ്റെ ഷെല്ലും. ഒരു കാരണവശാലും ഈ ഒരു സ്റ്റെപ്പ് മാറ്റി വെക്കരുത്. ഇത് ഒരു വൃത്തികേടായിട്ടൊന്നും തോന്നരുത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. സോ ഇറ്റ്സ് വെരി വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു സ്മെല്ല് പോലും ഇല്ല, അത്രയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്തിരിക്കുന്നു. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളും കൂടി ഇടും. ചതച്ച കാര്യങ്ങളും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറിയ തള കൊണ്ടുവരാം. എന്നിട്ട് അത് കഴിഞ്ഞൊരു ആദ്യം വേണമെങ്കിൽ കുറച്ച് ഹൈ ഹീറ്റ് കൊടുക്കാം. ഒരു തള വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇങ്ങനെ ചെറിയ ഇതിലിടും. ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവാൻ പോണത്. ഈ ഒരു ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അടച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ്സ്, ചെറിയ ഒരു മീഡിയം ലോ ഫ്ലെയിം. ഈ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്കൊരു വൈറ്റ് സവാളയുടെ ഒരു പകുതി, ഒരു 3-4 ചെറിയ ഉള്ളി, അതെല്ലാം ഇതിങ്ങനെ വെഡ്ജസ് പോലെ, അത് ഒരു പ്ലം ടൊമാറ്റോ. ഓക്കെ, ഇതെല്ലാം വലിയ പീസസായിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഇങ്ങനൊരു ഇല കിട്ടും. ഓക്കെ, ഇത് ഗാർണിഷിനൊക്കെയാണ് അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, ടോമിയോമിലൊക്കെ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ അമേരിക്ക, അതായത് മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് കരീബിയൻ, ഇവിടെയൊക്കെ ഉള്ളതാണ്. അവരുടെ ഒരു സ്റ്റേപ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ മല്ലിയിലയുടെയൊക്കെ അതിൻ്റെ ഇൻറ്റൻസ് ഫോമാണ് കുറച്ചുകൂടി. അപ്പോൾ ഇതിൻ്റെ ഒരു അല്പം ഇട്ട് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ പറ്റും. കുലാൻത്രോ എന്നാണ് ഇതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ. കുലാൻത്രോ, സിലാൻട്രോയുടെ വേറൊരു ഡെറിവേറ്റീവാണ് കുലാൻത്രോ. ഓക്കെ, കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനത്തെ ഹെർബ്സൊക്കെ കാണും. ഇത് അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അതിൻ്റെ അകത്തെ സീഡ് നിർബന്ധമില്ല, അതുകൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. ടൂ തിന്നല്ല, ഒരു എഡ്ജസ് പോലെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് ടിപ്പിക്കൽ എന്ന് പറയാം. ഓൾമോസ്റ്റ് ഒരു 90% ഒറിജിനലുമായിട്ട് പറ്റിയൊരു റെസിപ്പി ആയിരിക്കും ഇത്. ആ ഒരു ഇലയും കൂടി ഒന്ന് ഫൈനായിട്ട് അരിഞ്ഞ് വയ്ക്കാം. ഇത് ഗാർണിഷിന് യൂസ് ചെയ്യാം. ഇത് അരിയുമ്പോൾ അറിയാൻ പറ്റും, മല്ലിയിലയുടെ തന്നെ മണമാണ്. കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ട് മല്ലിയിലയുടെ ഫ്ലേവറാണ്. യെസ്, എക്സാക്ട്ലി. ഇത് കിട്ടിയില്ലെങ്കിൽ സാധാരണ മല്ലിയിലയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ഇൻഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഫ്ലേവർ. ഇനി ഇത് അരിച്ച അതിൻ്റെ ആ സ്റ്റോക്ക് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സെയിം പാത്രത്തിലേക്ക് തന്നെ സ്റ്റോക്ക് ഒഴിക്കുന്നു. അപ്പോൾ ചെറിയ തീയിലാണ് സ്റ്റോക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെന്താ ചെറിയ ഉള്ളി, കുറച്ചേ ഉള്ളൂ, എല്ലാം കുറച്ചേ ഉള്ളൂ, 2 കാര്യങ്ങൾ ചേർക്കുന്നു. പിന്നെ അതിനോടൊപ്പം മഷ്റൂംസ്, ഇത് ഓയിസ്റ്റർ മഷ്റൂമാണ്. ഇനി ഒന്ന് അല്പം കൂട്ടി കൊടുക്കാം. എല്ലാം ലോ ഹീറ്റാണ്, ഒരുപാട് അങ്ങനെയല്ല, കുറച്ചൊരു ലോ ഹീറ്റിലാണ്, എന്നാൽ ചെറിയൊരു തള സിമ്മറിങ്. ഒരു 3-4-5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ടൊമാറ്റോ കൂടി ചേർക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിം മതി. ടൊമാറ്റോ പീസസ് ധാരണമാണ്. മഷ്റൂംസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 കപ്പ് വരെ ആകാം. ഇനി ഒരു 5 മിനിറ്റ് എല്ലാം കൂടി കിടന്നു തിളക്കട്ടെ. തിള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. കാര്യം ഇതെല്ലാം പ്രോൺസൊക്കെ ഒരുപാട് ഇട്ട് വേവിക്കാൻ പാടില്ലല്ലോ, പെട്ടെന്ന് തന്നെ വേകുന്ന കാര്യമാണ്. അതേസമയം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും, ഇൻഫ്യൂസ്ഡ് ആയിട്ട് വരും. പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. യെസ്, 5 മിനിറ്റ് തിളയ്ക്കുന്നതിൻ്റെ സമയം ഞാൻ ഫിഷ് സോസ് ചേർക്കാൻ പോകും. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തായ് കുക്കിങ്ങിൽ പ്രധാനമാണ് ഫിഷ് സോസ്.
ഇതില്ലാതെ ഒന്നുമില്ല. ഓക്കെ, ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര സോൾട്ടിയാണ്. ഫിഷിൽ നിന്ന് ഉണ്ടാക്കുന്ന സോസാണ്, സോൾട്ടി. 4 tablespoon ഓഫ് ഫിഷ് സോസ്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഒരു 2 കാഫർ ലൈം ലീവ്സ് ഇങ്ങനെ വെറുതെ ഇടാം. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു ലാസ്റ്റിംഗ് ഫ്ലേവർ. നല്ല മണം പെട്ടെന്ന് വരും. ഇപ്പം തന്നെ മണമാണ്. കൊഞ്ചൊക്കെ എത്ര പെട്ടെന്ന് അറിയാം വേഗം. ഇനി തീ ഓഫ് ചെയ്യാം. പുളി, ഫിഷ് സോസ് അതൊക്കെ പുളിയുടെ കോഷ്യൻ്റെയൊക്കെ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആ ഒരു സിമ്മറിൽ ആ ഒരു ചൂടുണ്ട് എന്തായാലും ഓഫ് ചെയ്താലും. നാരങ്ങ എന്തെങ്കിലും ചേർക്കും. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തു. നോക്കട്ടെ. പുളി, സോൾട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസിഷൻ. ഓക്കെ, 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർക്കാം. ചെറിയൊരു പുളി ഉണ്ടാകണമല്ലോ ടോം യമ്മിന്, അതാണ് അതിൻ്റെ ഒരു. ഞാൻ അടുപ്പിന് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഒരു മലയിലയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് സംഭവം വെക്കും. ഓക്കെ, കഴിഞ്ഞു. ക്ലിയർ സൂപ്പാണ്. ഇനി ഇതിൽ ഒരു എന്താ പറയുക, പാലൊഴിച്ച് കഴിഞ്ഞാൽ, കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സൂപ്പായി മാറും. പിന്നെ അതിൽ കുറച്ച് ചില്ലി പേസ്റ്റും കൂടിയൊക്കെ കഴിഞ്ഞ് വരും, തായ് ചില്ലി പേസ്റ്റ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ്. ഇത് തന്നെയാണ് പിന്നെ മറ്റൊരു വേർഷൻ. അത് ടോം യമ്മിൻ്റെ ക്രീമി വേർഷനാണ്. ഇത് ക്ലിയർ വേർഷനാണ്, ക്ലിയർ സൂപ്പ്. ഇനി ഇത് ഞാനൊരു ബൗളിൽ സെർവ് ചെയ്ത് കാണിച്ചാൽ. ഒരു കാര്യം കൂടി ചേർക്കണം, 1 ടീസ്പൂൺ പഞ്ചസാര. അവിടെ ചെറിയ ടീസ്പൂൺ. ഓക്കെ, ഇറ്റ്സ് എ സ്മോൾ സ്പൂൺ. അപ്പോൾ എല്ലാവരും ബാലൻസ് ആകും. സൂപ്പ് ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്യുന്നു. ഇത് വെച്ച് അല്ലെങ്കിൽ സിലണ്ടോ മല്ലിയില അല്ലെങ്കിൽ മറ്റേ ലീഫ് വെച്ചിട്ട് പിന്നെന്താ, പിന്നെ ഈ അലങ്കാരം പ്ലസ് നമ്മുടെ ചില്ലീസ് അതും കൂടി വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം. ആക്ച്വലി ഈ ചില്ലീസ് ഇത്രയും സ്പൈസി നിങ്ങൾക്ക് ഇത് വലിയ സ്പൈസി ആയില്ല. ഇത് ആദ്യത്തെ സ്റ്റോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇടണമെന്നില്ല, 2 മുറിച്ചിട്ടാലും മതി. അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, കുറച്ച് എരിവ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ആ ചില്ലി ഒരു കടി കടിച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ ലൈം ജ്യൂസ് വേണമെങ്കിൽ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെർവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമ്മുടെ ടോം യം സൂപ്പ് ഈസ് റെഡി. തായ് സ്റ്റൈൽ ടോം യം സൂപ്പ് റെഡി. ഓക്കെ, ചൂടോട് കഴിക്കും. ടോം യം സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു പട്ടായും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഴിയും. ഇവിടെ തായ് സ്പെഷ്യൽ ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ടോം യം സൂപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പൈസിനെസ് നമ്മൾ തീരുമാനിക്കണം, അതിൻ്റെ പുളിയുടെ കാര്യം നമ്മൾ തീരുമാനിക്കണം, ഉപ്പിൻ്റെ കാര്യം നമ്മൾ. ഫിഷ് സോസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫിഷ് സോസ് തായ് ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന കടകളിലെല്ലാം കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിയാലും മതി, പ്രശ്നമൊന്നുമില്ല. ഇതിനങ്ങനെ കൂടുതൽ കാര്യങ്ങൾ. പട്ടായിക്ക് നമുക്ക് ഓയിസ്റ്റർ സോസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ചിക്കൻ വേണം, കപ്പലണ്ടി വേണം, പിന്നെ അതിന് സ്പെഷ്യൽ നൂഡിൽസാണ്. ആ നൂഡിൽസ് ഞാൻ കാണിച്ചു തരാം. ഫ്ലാറ്റ് ആയിട്ടുള്ള നൂഡിലാണ്, ഫ്ലാറ്റ് റൈസ് നൂഡിൽ. അതെല്ലാം കൂടെ വെച്ചിട്ട് ഓക്കെ, കുറച്ച് അരിയാനുള്ളതൊക്കെ ഞാൻ ആദ്യമേ അരിഞ്ഞ് വെക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. യെസ് സ്റ്റാർട്ടിങ്. കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഞാൻ കാണിച്ചു തരാം. പട്ടായിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നൂഡിൽ. ഡീറ്റെയിലായിട്ട് കാണിക്കാം. ഇത് ബീൻസ് പൗഡ്സ്, ചിക്കൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു ബ്രസ്റ്റാണ്, ഒരു കോഴിയുടെ. പിന്നെ ഇതെന്താ, ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞു. പിന്നെ ഒരുപാട് ഖനം കുറച്ചല്ല, ചെറിയൊരു കട്ടിയില്ല. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഗാർലിക്കിൻ്റെ സ്പ്രിംഗ് ഒണിയൻ പോലെ ഗാർലിക് ഇങ്ങനെ ചൈവ്സ് എന്ന് പറഞ്ഞ് വരും, ഗാർലിക് ചൈവ്സ്. അതാണ് വേണ്ടത്. പക്ഷേ ഇത് സ്പ്രിംഗ് ഒണിയനാണ് ഞാൻ അതിൽ എടുത്തിരിക്കുന്നത്. അതിപ്പം ഉള്ളതുപോലെ. ഓക്കെ, ഓൾ സെറ്റ് ടു ഗോ. ഇനി ഒന്ന് തുടങ്ങിയാൽ മതി. ഫോൾഡഡ് റൈസ് നൂഡിൽസ് തായ്. ഇത് പട്ടായി ഉണ്ടാക്കാൻ നല്ലതാണ്. ഫ്ലാറ്റാണ് കുറച്ച്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ്. വെള്ളം തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്.
ഇത് നല്ല തിളച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാക്സിമം 5 to 10 മിനിറ്റ്സ് നോക്കുക. സോഫ്റ്റ് ആകണം, പക്ഷേ കുഴഞ്ഞ് അങ്ങനെ വെന്ത് കലങ്ങി പോരുത്. ഒന്ന് കുതിർത്താൽ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അത്രയും ബോയിലിംഗ് ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണിത് കുതിരാൻ വെക്കേണ്ടത്. 5 മുതൽ 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കണം. ഇത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യാവുള്ളൂ, ഒരുപാട് നേരം വെച്ചേക്കാൻ പാടില്ല. അതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് കുതിരാൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ചെയ്യണം. കുറച്ച് പട്ടായി സോസ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് പ്രധാനമായിട്ട് വേണ്ട കാര്യം ഒന്ന് പുളി. ഞാൻ കുറച്ച് നമ്മുടെ വാളൻ പുളി, അതിങ്ങനെ ഇവിടെയൊക്കെ ടാമറിൻ പേസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. പുളി പിഴിഞ്ഞെടുത്തത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. ഓക്കെ, മിക്സ് ചെയ്യണം. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ, ഒരു 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. ഇത് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ്, കുറച്ചുകൂടി ഡാർക്ക് ആയാലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ. ഓക്കെ, പിന്നെ നമ്മുടെ പുളിവെള്ളം, ടാമറിൻ പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇനി ഓയിസ്റ്റർ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇനി കുറച്ച് ഫിഷ് സോസ്. ഓക്കെ, അപ്പോൾ ഏകദേശം ആവശ്യമുള്ള കാര്യങ്ങളായി നമുക്ക് നോക്കാം. ഓയിസ്റ്റർ സോസ് 1.5 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ആകാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, യെസ്. അത് നോക്കിയിട്ട് ടാമറിൻ പേസ്റ്റ് മതിയോ എന്ന് നോക്കാം. അതായത് ഒരു പുളി, മധുരം, എരിവ് എല്ലാം ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. ഒരു ടേബിൾ സ്പൂൺ കൂടി ടാമറിൻ പേസ്റ്റ് ചേർക്കുന്നു. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ. ഫിഷ് സോസിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ ആ ഒരു ഉപ്പ് ഉണ്ട്. ഇതൊന്ന് പഞ്ചസാര അരിയുന്നവരൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം തിളച്ചു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. എന്നിട്ട് ചൂട് വെള്ളത്തിലിടുന്നതേ ഉള്ളൂ, ബോയിലിംഗ് വാട്ടറിൽ. ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, ബോയിലിംഗ് കഴിഞ്ഞിട്ട് ആ ഒരു ചൂടിൽ. ഇനി ഇച്ചിരി നേരം കഴിയുമ്പോൾ അത് കുതിർന്ന് സെറ്റാകും. അത് കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൾഡ് വാട്ടറിൽ കഴുകി ഊറ്റിയെടുക്കണം. ഇതവിടെ ഇരിക്കട്ടെ. ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. കരിക്കുട്ടി കരഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ എക്സ്ട്രാ മുളക് കരിവിൽ ഇട്ട് കൊടുത്തു. നമ്മുടെ ടോമിയം കഴിച്ചപ്പോൾ അനുവിന് കുറച്ച് എരിവ് വേണമെന്ന് തോന്നി എനിക്ക്. അതാണ് ഞാൻ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? എരിവ് പുളിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. മഷ്റൂം, വാവ്, വെരി ടേസ്റ്റി. ഇനി ടോമിയം കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് വരുന്നു പട്ടായി. അത് ചൂടോടെ തരണം. അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിത് കഴിയുമ്പോൾ സെറ്റ്. ഹലോ ബേബി, തറയിലിരുന്ന് കളി. യെസ് മോനെ. ഓക്കെ, ശരിക്കൊരു ചൈനീസ് വോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല, പക്ഷേ നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ സോസ് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു, ഷുഗർ ഒന്ന് മെൽറ്റ് ആകാനായിട്ട്. ഇത് അത്ര ഫൈൻ പൗഡർ അങ്ങനത്തെ ബ്രൗൺ ഷുഗർ അല്ല, ലൈറ്റായിട്ടുള്ള ബ്രൗൺ ഷുഗറാണ്. വിഷ്ണു ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗറാണ്. അത് ആ ഒരു പഞ്ചസാരയ്ക്ക് പകരം അതാണ് ഞാൻ എടുത്തത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ വിസ്ക് ചെയ്ത് വെക്കണം. ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് തുടങ്ങാൻ പാടില്ല. എല്ലാം എടുത്ത് വെച്ചാൽ ഫാസ്റ്റായിട്ട് തുടങ്ങാം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂൺ അകത്ത് മതി. എണ്ണ ചൂടായി. ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി, ഒരു ഫൈനലി ചോപ്ഡ്. സവാള. ഞാനിങ്ങനെ ഓരോ അടുപ്പ് മാറി മാറി വെച്ചിട്ടാണ് കുക്ക് ചെയ്ത്. ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും ഒക്കെ. കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് ഈ കിച്ചൺ. ഇച്ചിരി നീളം കൂടി ഇരിക്കുന്നതാണ്. ഇങ്ങനെ ലെങ്താണ്, വീതി കുറവാണ്. ആക്ച്വലി നല്ല ഹൈ ഹീറ്റിലാണ് ചെയ്യേണ്ടത്. അധികം നേരമൊന്നും വേണ്ട ബ്രൗൺ ആകുക, അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് എല്ലാം ഒന്ന് കാര്യമാണ്. ജസ്റ്റ് ഒരു ടെൻഡർനെസ്. ഇനി ഇതിലേക്ക് ചിക്കൻ. ഒരു ബ്രസ്റ്റാണ്, ഒരു കോഴിയുടെ ഒരു നെഞ്ച്. ഓക്കെ, ഹാഫ് ഒരു കോഴിയുടെ 2 പോർഷൻ ഉണ്ടാവുമല്ലോ ബ്രസ്റ്റിൻ്റെ, അതിൻ്റെ ഒരു ഭാഗം.
ഏകദേശം ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടി മതി. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മുട്ട 2 ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്യാം. ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അല്പം എണ്ണയും കൂടി ഒഴിച്ചു. അതെല്ലാം കൂടി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു കുറച്ച് സ്പ്രൗട്ട്സ്, ബീൻ സ്പ്രൗട്ട്സ് ഒരു 1.5-2 കപ്പോളം ചേർക്കും. ഇതെല്ലാം എത്ര ചേർത്താലും നല്ലതാണ്, ഹെൽത്തി. എല്ലാം ഹൈ ഹീറ്റിൽ തന്നെ ചെയ്യാം. ഒന്ന് വാടുമ്പോൾ തന്നെ ഇതും ഒന്ന് ടെൻസാകും. So we are putting the flat noodles. ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഡ്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് അത് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കും. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ്, പട്ട് തായ് സോസ്, നമ്മളിപ്പോൾ സ്ക്രാച്ചിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. റെഡിമെയ്ഡ് അല്ല, റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ, ഒരു സെറ്റായിട്ട്. കുറച്ചുകൂടി സോസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി നമുക്ക് മിക്സ് ചെയ്യാം സോസിൻ്റെ കളർ. പക്ഷേ ഇത് നല്ല ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്, ആവശ്യത്തിനുണ്ട്. ഭയങ്കര ഓവർ കളർ അല്ലാന്നേ ഉള്ളൂ. ദിസ് ഇസ് ഫൈൻ, ഗുഡ് ഇനഫ് ടേസ്റ്റ് വൈസ്. ഫൈനൽ സ്റ്റേജ് എത്തി. ഓക്കെ, നൈസ് മിക്സിങ് ഓവർ. ഇനി കുറച്ച് സ്പ്രിങ് ഒണിയൻസ് ആണ് ഇപ്പം ഞാൻ ഇടുന്നത്, അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ ഷൈവ്സ്. പിന്നെ കുറച്ച് പീനട്ട്സ്, ഞാനൊരു 1/2 കപ്പ് പീനട്ട്സ് ചോപ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് പീനട്ട്സ് ആണ്, അതിൻ്റെ ഒരു പകുതി കൂടുതലിട്ടു. കുറച്ച് ഞാൻ ഗാർണിഷിന് മാറ്റി വെച്ചിട്ടുണ്ട്. അവർ പട്ട് തായ് ഈസ് റെഡി. ഇനി സെർവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, പട്ട് തായ് ഈസ് റെഡി. ഇനി ഇതിൻ്റെ ഗാർണിഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബീൻ സ്പ്രൗട്ട്സ് വയ്ക്കുക. അതതിൻ്റെ ഭംഗി, അതാണ് അതിൻ്റെ ഒരു കഴിക്കുന്ന ഭാഗം. അതുകൂടി ചേർത്താണ് കഴിക്കുന്നത്. ഓക്കെ, ഫൈനലി നോട്ട് ഓഫ് പീനട്ട്സ് ചോപ്ഡ്. അപ്പോൾ ഈ ഒരു പട്ട് തായ് റെസിപ്പി ഓൾമോസ്റ്റ് ഒരു 90% ടു ദ പോയിൻ്റ് ആണ്. ട്രഡീഷണൽ, അവരുടെ ഒരു ടിപ്പിക്കൽ, ഓക്കെ, ഒത്തൻറ്റിക് ആയിട്ടെന്ന് പറയാം. അടിപൊളി ടേസ്റ്റാണ്. പട്ട് തായ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടം. ഞാനുമാണ് ഇവിടുത്തെ ആൾ പട്ട് തായ്. ഇത് ടേബിളിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ പട്ട് തായ് റെഡി. യമ്മി കഴിക്കാം നമുക്ക്. യമ്മി. ഓ, ഇത് എനിക്ക് പൊളിക്കാൻ തോന്നുന്നില്ല. പക്ഷെ കൊള്ളാം. കൊള്ളാം. പ്രസന്റേഷൻ കൊള്ളാം. നൈസ് നൈസ് പ്രസന്റേഷൻ. ഓ ആയി പൊടുപോ. സ്പ്രൗട്ട്സ് എടുത്തോണ്ട് പോയി. അവൻ സ്പ്രൗട്ട് എടുത്തിട്ട്. അയ്യോ, ചൂടുണ്ടേ. ഹോട്ട് ഹോട്ട്. മോനും കൂടെ കൊടുക്കാൻ അവനിങ്ങനെ കാണിക്കുന്നു. ഓ യോ, ഇറ്റ്സ് ഹോട്ട് ബേബി. സൂക്ഷിച്ചിരിക്കണേ. ഇഷ്ടമായി തോന്നുന്നു. യു ലൈക്ക് ഇറ്റ്? യമ്മി. ലൈക്ക് തായ് ഫുഡ്. ദേ ഇവിടെ നോക്കൂ, അമ്മൂമ്മ
അപ്പൂപ്പ പുടുമോൾ, അമ്മൂമ്മ പുടുമോൾ. ഇഷ്ടപ്പെട്ടോ? നൈസ്. ആ ഒറിജിനാലിറ്റി ഉണ്ടോ? നമ്മുടെ ഒത്തൻറ്റിക് ടേസ്റ്റ് വരുന്നുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്. പുഴു ഇങ്ങനെ സെലക്റ്റീവായിട്ടാണ് കഴിക്കുന്നത്. നോക്ക്, അത് എടുത്ത് കഴിക്കും, ഇത് കഴിക്കും. മോനെ നൂഡിൽ ആ പാർട്ട് കഴിക്കും. അവൻ ആ സ്പ്രൗട്ട്സ് എടുത്തിട്ടാണ് ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നത്. സ്പ്രൗട്ട്സ് എടുത്ത് കഴിച്ചിട്ട് ഇങ്ങനെ ഏത് കാണിക്കുന്നു. പുഴുക്കുട്ടി പാപ്പയ്ക്ക് അമ്മ കൊടുക്കട്ടെ? അമ്മ കൊടുക്കട്ടെ പാപ്പയ്ക്ക്? യെസ്. നൈസ് നൈസ് നൈസ്. ഓ അമ്മയ്ക്ക് മോളായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓ കുഞ്ഞ് ഫീഡ് ചെയ്യുന്നു, അതാണ് അമ്മയ്ക്ക് തരുന്നു എന്ന്. ലുക്ക് പോടോ. നൈസ്. ഹാപ്പി ഹാപ്പി രാത്രി സീൻസാണിത്. ഓക്കെ, ഡിന്നർ ടൈം. ഞങ്ങൾ ഇന്ന് ഡിന്നർ വീട്ടിൽ തായ്, ഇന്ന് തായ് ഡിന്നർ. ടോമിയം ആൻഡ് തായ്. ഹാപ്പി. ഓഹോ, വെളിയിൽ നല്ല രസമാണ്. ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാൽ ഈ സമയത്തൊക്കെ നല്ല തണുപ്പാണ്. കാഴ്ചകൾ കണ്ടിങ്ങനെ വെളിയിലിരിക്കുമ്പോൾ ലൈറ്റൊന്നും ഇടാണ്ട് രസമല്ലേ? പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി രസമായിട്ട്. സോ ഇറ്റ്സ് എ ലവ്ലി നൈറ്റ്. ഇനി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ സമയമാകും. ഈ നൈറ്റ് ഈസ് വൈബ്രൻ്റ് എന്ന് മാത്രമല്ല, ഒരു സ്റ്റിൽ യങ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല ലൈവ്ലി ആയിട്ടിരിക്കുന്നല്ലേ, രസമാണ്. ഓക്കെ, വീഡിയോ വരുന്ന കുഞ്ഞോ ഒയ്യോ അമ്മമ്മയ്ക്ക് തരുന്നു. ഓക്കെ, താങ്ക് യു മോളെ. ഫീഡ് ചെയ്തിട്ട് പോകുന്നു മോള്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.